പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ജനുവരി 21-ന് PSC നടത്താനിരിക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ മോഡൽ എക്സാമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിലിപ്പോൾ 100 ചോദ്യങ്ങളാണ്. PSCയുടെ ചോദ്യപേപ്പറിലും 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമ്മളിവിടെ 100 ചോദ്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ PSCയുടെ സിലബസിൽ തന്നെ, JLAയുടെ സിലബസിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത്. അതേ പാറ്റേണിൽ തന്നെയാണ് ഈ 100 ചോദ്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ടാവും, കഴിഞ്ഞ ആഴ്ച പഠിക്കുന്നവരുണ്ടാവും, ഇന്നലെ തൊട്ട് പഠിച്ചു തുടങ്ങിയവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോക്ക് ടെസ്റ്റ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ആർ ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ യെല്ലോ ഓർ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്? ഓപ്ഷൻസ് ആർ ഹസാർഡ് വാർണിംഗ് സിംബൽസ്, സേഫ്റ്റി ഓർ മാൻഡേറ്ററി സിംബൽസ്, പ്രൊഹിബിറ്ററി സിംബൽസ്, നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ എ, ഹസാർഡ് വാർണിംഗ് സിംബൽസ്. ഹസാർഡ് വാർണിംഗ് സിംബൽസിലാണ് ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ ഏത് ബാക്ക്ഗ്രൗണ്ട്? യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ റൗണ്ട് ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് എ റെഡ് എഡ്ജ് ആൻഡ് ഡയഗണൽ ലൈൻ. റെഡ് എഡ്ജും ഡയഗണൽ ലൈനുമായിട്ട് ഉള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലാക്ക് പിക്ചേഴ്സ്, അത് ഏത് സിമ്പിളാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ ഹസാർഡ് വാർണിംഗ് സിംബൽസ്, സേഫ്റ്റി ഓർ മാൻഡേറ്ററി സിംബൽസ്, പ്രൊഹിബിറ്ററി സിംബൽസ്, നൺ ഓഫ് ദീസ്. ആൻസർ സി, പ്രൊഹിബിറ്ററി സിംബൽ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ഫ്ലെയിമബിൾ കെമിക്കൽ? അസറ്റോൺ, ഈഥർ, സൈലീൻ, ആൽക്കഹോൾ, നൺ ഓഫ് ദീസ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഫ്ലെയിമബിൾ കെമിക്കൽ അല്ലാത്തത്? ഇതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, സൈലീൻ ആൻഡ് ആൽക്കഹോൾ ആണ് ഫ്ലെയിമബിൾ കെമിക്കൽ അല്ലാത്തത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് ആസിഡ് സ്പ്ലാഷസ് ഓൺ ദി സ്കിൻ, വാഷ് തറലി, ബാത്ത് ദ അഫക്റ്റഡ് സ്കിൻ വിത്ത് കോട്ടൺ ഊൾ സോക്ഡ് ഇൻ. സ്കിന്നിലോട്ട് ആസിഡ് സ്പ്ലാഷ് ആയി കഴിഞ്ഞാൽ, ആസിഡ് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം എന്ത് കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ ഏതൊരു കെമിക്കലാണ് നമ്മളവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 5% അക്വസ് സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ ബി 5% അസറ്റിക് ആസിഡ്, ഓപ്ഷൻ സി അൺഡൈല്യൂട്ടഡ് വിനീഗർ. ആൻസർ ഓപ്ഷൻ എ 5% അക്വസ് സോഡിയം കാർബണേറ്റ്. Fifth question, the color code of non-infected waste collecting container is? Non-infected ആയിട്ടുള്ള വേസ്റ്റിനെ കളക്ട് ചെയ്യുന്ന കണ്ടെയ്നർ ഏതാണെന്നുള്ളത്. ഇത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ബ്ലാക്ക്, ബി റെഡ്, സി ബ്ലൂ, ഡി യെല്ലോ. ആൻസർ ഓപ്ഷൻ എ ബ്ലാക്ക്. അടുത്ത ചോദ്യം, ന്യൂ ലബോറട്ടറി ഗ്ലാസ് വെയർ ഈസ് എങ്ങനെയായിരിക്കും പുതിയ ഗ്ലാസ് വെയർ എന്ന് പറയുന്നത്? സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണോ, സ്ലൈറ്റ്ലി അസിഡിക് ആണോ, ന്യൂട്രൽ ആണോ? ആൻസർ ഈസ് ഓപ്ഷൻ എ സ്ലൈറ്റ്ലി ആൽക്കലൈൻ. Culture tubes which have been used previously must be sterilized before cleaning. കൾച്ചർ ട്യൂബ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ആൻസർ ഈസ് ഓപ്ഷൻ എ ട്രൂ, ശരിയാണ്. എട്ടാമത്തെ ചോദ്യം, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് വിത്തൗട്ട് കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ. മൈക്രോബ്സിൻ്റെ റിമൂവലാണ്, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല. ഇത് ഏത് പ്രോസസ്സാണ്? ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ, അതോ ബോയിലിംഗ് ആണോ? ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡിസിൻഫെക്ഷൻ. ഡിസിൻഫെക്ഷനിലാണ്, കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ അല്ല, പക്ഷേ ഒരു മേജർ എമൗണ്ട് ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഡിസിൻഫെക്ഷൻ. ഓപ്ഷൻ ബി Question 9. Glutaraldehyde 2% is an appropriate. 2% ഗ്ലൂട്ടറാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഡിസിൻഫെക്റ്റൻ്റ് ആണ്? എ ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻറ്റ്, ബി ലോ ലെവൽ ഡിസിൻഫെക്റ്റൻറ്റ്, സി ഇൻ്റർമീഡിയറ്റ് ലെവൽ ഡിസിൻഫെക്റ്റൻറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻറ്റ്. പത്താമത്തെ ചോദ്യം, ഫിക്സഡ് ആംഗിൾ റോട്ടർ ഈസ് എ ടൈപ്പ് ഓഫ് മൈക്രോപിപ്പറ്റ്, സെൻട്രിഫ്യൂജ്, ഇൻക്യുബേറ്റർ, ഡിഅയണൈസേഷൻ അപ്പാരറ്റസ്. ഫിക്സഡ് ആംഗിൾ റോട്ടർ എന്ന് പറയുന്നത് എന്തിൻ്റെ ഒരു ടൈപ്പാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി സെൻട്രിഫ്യൂജ്. ദ പേഴ്സൺ ഹൂ ക്യാരി ഔട്ട് ബ്ലഡ് കളക്ഷൻ ഈസ്. ബ്ലഡ് കളക്ഷൻ നടത്തുന്ന ആളിനെ പറയുന്ന പേര്? ഡോക്ടർ, ഹെൽത്ത് വർക്കർ, ഫ്ലെബോട്ടമിസ്റ്റ്, ടെക്നീഷ്യൻ. ആൻസർ ഈസ് സി ഫ്ലെബോട്ടമിസ്റ്റ്.
Heparin is a biological substance usually made from. ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ആൻറ്റികോയാഗുലൻ്റ് ആണല്ലേ, ബയോളജിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതെവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. നാച്ചുറലായിട്ട് കാണുന്നത് നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ട്, എന്നാലും വേറെ ആനിമൽസിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതില്ലെന്നാണ്. ഓപ്ഷൻ എ കാറ്റ്, ബി റാറ്റ്, സി പിഗ്, മങ്കി. ആൻസർ ഈസ് സി, പിഗിൽ നിന്ന്. EDTA വർക്ക്സ് ബൈ ബൈൻഡിങ്. EDTA എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് EDTA എന്തുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് വർക്കിംഗ് നടക്കുന്നതെന്നുള്ളത്. സോഡിയം അയോൺസ്, കാൽഷ്യം അയോൺസ്, ക്ലോറിൻ അയോൺസ്, മറ്റേ പൊട്ടാസ്യം അയോൺസ്. ഓപ്ഷൻ ബി കെ ഫോർ പൊട്ടാസ്യം അയോൺസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാൽഷ്യം അയോൺസ്. അപ്പോൾ EDTA വർക്ക്സ് ബൈ ബൈൻഡിങ് കാൽഷ്യം അയോൺസ്. 14th question. ബ്ലാക്ക് ടോപ്പ് വാക്യൂറ്റൈനേഴ്സ് ആർ യൂസ്ഡ് ഇൻ. ബ്ലാക്ക് ടോപ്പുള്ള വാക്യൂറ്റൈനേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കുന്നത്? അത് കെമിസ്ട്രിയിലാണോ, ഇമ്മ്യൂണോളജിയിലാണോ, സിറോളജിയിലാണോ, അതോ ഇനി എല്ലാത്തിലും ഓൾ ഓഫ് ദീസിലാണോ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. MCV gives. MCV എന്ന് പറയുന്നത് എന്താണ് തരുന്നത്? ആവറേജ് വോളിയം ഓഫ് റെഡ് സെൽസ് ആണോ, ഹൗ മച്ച് ഹീമോഗ്ലോബിൻ പ്രസൻറ്റ്, ഹൗ കോൺസെൻട്രേറ്റഡ് ദ ഹീമോഗ്ലോബിൻ, ദ സൈസ് ഓഫ് ദി പ്ലേറ്റ്ലെറ്റ്. ഈ നാലേത് ഓപ്ഷനാണ് MCV എന്ന് കിട്ടുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ആവറേജ് വോളിയം ഓഫ് റെഡ് സെൽ. 16th question. In Cyanmethemoglobin method, the absorbance is measured at. Cyanmethemoglobin methodil absorbance മെഷർ ചെയ്യുന്ന ആ ഒരു വേവ് ലെങ്ത് ഏതാണ്? 520 നാനോമീറ്റർ, 540 നാനോമീറ്റർ, 260 നാനോമീറ്റർ, 400 നാനോമീറ്റർ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 540 നാനോമീറ്റർ. 17th question. Normal platelet count 1.5 to 4.5 lakhs per millimeter cube in of blood ആണോ, അതോ ഇനി 50,000 to 1 lakh mm³ ആണോ, 5 to 6 lakh mm³ ആണോ, 11,000 lakh mm³ ആണോ? നോർമൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, 1.5 to 4.5 lakhs. 18th question. Length of an ideal smear. സ്മിയറിൻ്റെ ഐഡിയൽ ലെങ്ത് എന്ന് പറയുന്നത് 1 to 2 centimeter, 5 to 6 centimeter, 6 to 7 centimeter and 3 to 4 centimeter. Answer option D, 3 to 4 centimeter. In ESR distance of fall of erythrocytes expressed in. ESR ടെസ്റ്റ് ചെയ്യുമ്പോൾ എറിത്രോസൈറ്റ്സിൻ്റെ ഫാൾ, അതിൻ്റെ ഡിസ്റ്റൻസ് എന്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? എ മില്ലിമീറ്റർ, ബി സെൻറ്റിമീറ്റർ, സി മീറ്റർ ആൻഡ് ഡി മൈക്രോമീറ്റർ. ആൻസർ ഓപ്ഷൻ എ, മില്ലിമീറ്റർ. 20ാമത്തെ ചോദ്യം. വിച്ച് അമംഗ് ദീസ് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് കണ്ടെയ്ൻ യെല്ലോ ഇയോസിൻ. താഴെ പറയുന്നതിൽ ഏത് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡിലാണ് യെല്ലോ ഇയോസിൻ പ്രസൻ്റ് ആയിട്ടുള്ളത്? ഹിംഗൽമാൻസ് സൊല്യൂഷൻ, ടർക്സ് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്, ഗോവേഴ്സ് സൊല്യൂഷൻ, ടോയ്സൺസ് ഫ്ലൂയിഡ്. ആൻസർ ഓപ്ഷൻ എ, ഹിംഗൽമാൻസ് സൊല്യൂഷൻ. 21ാമത്തെ ചോദ്യം. ഇൻ ബ്ലഡ് ബാങ്കിങ് ദ ഡോണർ ഏജ് ഷുഡ് ബി ബിറ്റ്വീൻ. ഡോണർ ഏജ് എത്ര മുതൽ എത്ര വരെയാണ്? ഓപ്ഷൻ എ 18 to 65, ഓപ്ഷൻ ബി 15 to 40, ഓപ്ഷൻ സി 18 to 29, ഓപ്ഷൻ ഡി 45 to 50. ആൻസർ ഓപ്ഷൻ എ, 18 മുതൽ 65 വരെയുള്ള ഏജ് ഗ്രൂപ്പുകളാണ് ഡോണേഴ്സ്, ബ്ലഡ് ബാങ്കിങ്ങിൽ ഡോണേഴ്സായിട്ട് പരിഗണിക്കുന്നത്. 22nd question. Prior to transfusion, fresh frozen plasma is stored at. ട്രാൻസ്ഫ്യൂഷന് മുന്നേ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ 2 to 6 degree Celsius, 10 degree Celsius, 22 degree Celsius, -1 degree Celsius. Answer is option A, 2 to 6 degree Celsius. 23ാമത്തെ ചോദ്യം. ടൈപ്പ് എച്ച് ആൻറ്റിജൻ എൻകോഡ്സ്. ടൈപ്പ് എച്ച് ആൻറ്റിജൻ എൻകോഡ് ചെയ്യുന്നത് ഫ്യൂക്കോസിൽ ട്രാൻസ്ഫറേസ്, ഗാലക്ടോസിൽ ട്രാൻസ്ഫറേസ്, ബോത്ത് നൺ.
ആൻസർ ഈസ് ഓപ്ഷൻ എ ഫ്യൂക്കോസിൽ ട്രാൻസ്ഫറേസ്. 24ാമത്തെ ചോദ്യം ടൈപ്സ് ഓഫ് യൂറിൻ സ്പെസിമെൻ. യൂറിൻ സ്പെസിമെൻ്റെ ടൈപ്പ് ഏതൊക്കെയാണ്? റാൻഡം സ്പെസിമെൻ, 24 hour സ്പെസിമെൻ, ഏർലി മോർണിംഗ് സ്പെസിമെൻ, അതോ ഇനി എല്ലാം ഓൾ ഓപ്ഷൻ ആണോ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി all of these. നോർമലി ദ യൂറിൻ ഈസ് സ്ട്രോ കളേർഡ് ഡ്യൂ ടു. നോർമലായിട്ട് യൂറിൻ്റെ നിറം സ്ട്രോ കളറിലാണ്. എന്തുകൊണ്ടാണ്? യൂറിയ, കീറ്റോൺ ബോഡീസ്, യൂറോക്രോം. ആൻസർ ഈസ് ഓപ്ഷൻ സി യൂറോക്രോം. 26ാമത്തെ ചോദ്യം ടെസ്റ്റ് ഫോർ യൂറോബിലിനോജൻ ഈസ്. യൂറോബിലിനോജൻ ടെസ്റ്റ് താഴെ പറയുന്നതിൽ ഏതാണ്? എർലിഷ് ടെസ്റ്റ്, ഹെയ്സ് ടെസ്റ്റ്, ഫോഷേസ് ടെസ്റ്റ്, ബെൻസിഡിൻ ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ എ എർലിഷ് ടെസ്റ്റ്. 27th question. If viscosity of semen is abnormal, the drop will form a thread more than. സെമൻ എന്ന് പറയുന്നത് ഒരു വിസ്കസ് ഫ്ലൂയിഡാണ്. അപ്പോൾ സെമൻ്റെ വിസ്കോസിറ്റി അബ്നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ഡ്രോപ്പ് എങ്ങനെയായിരിക്കും? ഒരു ത്രെഡ് പോലെ ആയിരിക്കും. അപ്പോൾ ആ ത്രെഡിൻ്റെ ലെങ്ത്ത് അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ അതൊരു മോർ ദാൻ എത്ര ലെങ്ത് ആയിരിക്കും എന്നുള്ളതാണ്. 1 centimeter ലോങ്, അല്ലെങ്കിൽ മോർ ദാൻ 2 centimeter ലോങ്, മോർ ദാൻ 3 centimeter ലോങ്, മോർ ദാൻ 4 centimeter ലോങ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി 2 centimeter ലോങ്. 28ാമത്തെ ചോദ്യം ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് CSF ഈസ്. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് CSF ഈസ്. CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1.003, ഓപ്ഷൻ ബി 2.001, ഓപ്ഷൻ സി 0.003, ഓപ്ഷൻ ഡി 0.210. ആൻസർ ഈസ് ഓപ്ഷൻ എ 1.003. 29ാമത്തെ ചോദ്യം വിച്ച് ഈസ് മോർ സ്യൂട്ടബിൾ ടു ഇൻക്യുബേറ്റ് ലിക്വിഡ് സബ്സ്റ്റൻസസ്. ലിക്വിഡ് സബ്സ്റ്റൻസിനെ ഇൻക്യുബേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? എ സെൻട്രിഫ്യൂജ്, ബി വാട്ടർ ബാത്ത്, സി ഹോട്ട് എയർ ഓവൻ ആൻഡ് ഡി ഇൻക്യുബേറ്റർ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി വാട്ടർ ബാത്ത്. 30ാമത്തെ ചോദ്യം ദ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ. നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ 80 to 120 mg%, 80 to 150 mg%, 90 to 140, 60 to 80. ആൻസർ ഈസ് ഓപ്ഷൻ എ 80 to 120. 31ാമത്തെ ചോദ്യം ഡാഷ് പ്രൊവൈഡ്സ് ആൻ അസസ്മെൻറ്റ് ഓഫ് ആവറേജ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ഓവർ ദി ലാസ്റ്റ് 3 months. ലാസ്റ്റ് 3 months ആയിട്ടുള്ള ബ്ലഡ് ഷുഗറിൻ്റെ ഒരു ആവറേജ് ലെവൽ പറയുന്ന ടെസ്റ്റ് ഏതാണ്? GTT, GCT, HbA1c. ആൻസർ ഈസ് ഓപ്ഷൻ സി HbA1c എന്നുള്ളതാണ് ഓപ്ഷൻ ഉത്തരം. അടുത്തത് 32ാമത്തെ ചോദ്യം സിസ്റ്റാറ്റിൻ സി ഈസ് എ നോവൽ മാർക്കർ ഓഫ്. സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നത് എന്തിൻ്റെ നോവൽ മാർക്കറാണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ദ അബ്നോർമൽ ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ AG ratio ഈസ്. the normal AG ratio ഈസ് ഏതാണ്? 1:2, 2:1, 1:1 and 3:2. നോർമൽ A/G റേഷ്യോ. ആൻസർ ബി 2:1. 34ാമത്തെ ചോദ്യം ചൂസ് കാർഡിയാക് മാർക്കേഴ്സ്. താഴെ തന്നിട്ടുള്ളതിൽ കാർഡിയാക് മാർക്കേഴ്സ് ഏതെന്നുള്ളത് ചൂസ് ചെയ്യുക. ഓപ്ഷൻ എ ട്രോപ്പോണിൻസ്. ട്രോപ്പോണിൻസിൽ തന്നെ ട്രോപ്പോണിൻ 1 ആൻഡ് ട്രോപ്പോണിൻ T, CKMB. ഓപ്ഷൻ ബി ലാക്റ്റേറ്റ് ഡിഹൈഡ്രോജിനേസ് LDH, മയോഗ്ലോബിൻ. ഓപ്ഷൻ സി അസ്പാർട്ടേറ്റ് സിറം ട്രാൻസ് ഓർ AST, നാട്രിയൂരറ്റിക് പെപ്റ്റൈഡ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഏതാണ് കാർഡിയാക് മാർക്കേഴ്സ്? ഇതാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഈ പറഞ്ഞ എല്ലാം കാർഡിയാക് മാർക്കേഴ്സ് ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ
Malloy Evelyn method is the commonly employed method used for. ME മെത്തേഡ് എന്തിൻ്റെയാണ്? ഫോർ ബിലിറുബിൻ ഡിറ്റർമിനേഷൻ. 36th question. ടോട്ടൽ ബിലിറുബിൻ ഈസ് ദ സം ഓഫ്. എന്താണ് ടോട്ടൽ ബിലിറുബിൻ എന്ന് പറയുന്നത്? ഈസ് ദി സം ഓഫ് കോൺജുഗേറ്റഡ് ആൻഡ് അൺകോൺജുഗേറ്റഡ് ഫ്രാക്ഷൻസ്. PSCക്ക് MCQs മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ കേട്ടോ. എപ്പോഴും MCQs 4 ഓപ്ഷൻസ് ആയിട്ട് തന്നെ വരത്തുള്ളൂ. ഇങ്ങനെ റൈറ്റിങ്ങിലോ ഒന്നും വരത്തില്ല ക്വസ്റ്റ്യൻസ്. ഫുൾ MCQ ആണ്, ബബിൾ ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം. ക്ലിയറൻസ് ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വോളിയം ഓഫ് ബ്ലഡ് ഓർ പ്ലാസ്മ വിച്ച് കണ്ടെയ്ൻസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ ഇൻ. ചോദ്യം എന്താണ് ക്ലിയറൻസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? അപ്പോൾ ക്ലിയറൻസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്മയുടെയോ വോളിയം. ഓക്കെ, അതിലെ കണ്ടൻറ്റ്, അതിലെ എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് എത്ര സമയത്തിനുള്ളിൽ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസ് ആണ് എന്ന്. ബ്ലഡിൽ നിന്ന് പ്ലാസ്മയിൽ നിന്നൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് യൂറിനിലോട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഇത്ര സമയത്തിനുള്ളിൽ എന്ന് പറയുന്നതാണ് ക്ലിയറൻസ് ഓഫ് എനി ക്ലിയറൻസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടൈം ഡ്യൂറേഷൻ 1 day, 24 hours, 1 minute, 170 minutes. ഓപ്ഷൻ സി. ആൻസർ ഓപ്ഷൻ സി ആണ്. 1 minute. 1 മിനിറ്റിൻ്റെ കണക്കിലാണ് ക്ലിയറൻസ് ഓഫ് എനി സബ്സ്റ്റൻസ് പറയുന്നത്. 38th question. Berthlot method is usually employed for the determination of. എന്തിൻ്റെ ഡിറ്റർമിനേഷൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബെർത്ത്ലോട്ട് മെത്തേഡ്? കാൽഷ്യം അയോൺസ്, യൂറിയ, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, യൂറിയയുടെ ഡിറ്റക്ഷൻ മെത്തേഡാണ്. സബ്സീക്വൻറ്റ് ഇൻഫെക്ഷൻ ബൈ സെയിം ഓർഗനിസം ഇൻ എ ഹോസ്റ്റ് ആഫ്റ്റർ റിക്കവറി ഈസ്. റിക്കവർ ആയതിന് ശേഷവും അതേ ഓർഗനിസത്തിൻ്റെ തന്നെ ഒന്നുകൂടെ ഇൻഫെക്ഷൻ വരുന്നതിന് പറയുന്നത് പേരാണ് ഏതൊക്കെ? ഓപ്ഷൻസ്: പ്രൈമറി ഇൻഫെക്ഷൻ, ബി റീ ഇൻഫെക്ഷൻ, സി സൂപ്പർ ഇൻഫെക്ഷൻ, ഡി ക്രോസ് ഇൻഫെക്ഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, റീ ഇൻഫെക്ഷൻ. ഹൂ ഇൻവെൻറ്റഡ് റാബീസ് വാക്സിൻ? ആരാണ് റാബീസ് വാക്സിൻ ഇൻവെൻറ്റ് ചെയ്തത്? ലൂയിസ് പാസ്ചർ, അരിസ്റ്റോട്ടിൽ, ജോസഫ് ലിസ്റ്റർ, ആൻറ്റൺ വാൻ ലീവൻഹോക്ക്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ലൂയിസ് പാസ്ചർ. റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്ചർ ആണ്. 41ാമത്തെ ചോദ്യം. ദ പ്ലാസ്മ മെംബ്രെയിൻ എൻക്ലോസസ്. പ്ലാസ്മ മെംബ്രെയിൻ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തിനെയൊക്കെയാണ്? ക്യാപ്സ്യൂളിനെയാണോ, സെൽ വോളിനെയാണോ, സൈറ്റോപ്ലാസത്തിനെയാണോ, അതോ ഇവരെ എല്ലാവരെയും പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ആൻസർ ഈസ് ഓപ്ഷൻ സി, സൈറ്റോപ്ലാസത്തിനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. 42ാമത്തെ ചോദ്യം. റിജിഡ് ഓർഗനിസംസ് ലൈക്ക് ട്രൂ ബാക്ടീരിയ ബട്ട് ദേ റിസംബിൾ ഫംഗൈ ഇൻ ദാറ്റ് ദേ എക്സിബിറ്റ് ബ്രാഞ്ചിങ് ആൻഡ് ടെൻഡ് ടു ഫോം ഫിലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ബ്രാഞ്ചസ് ആണ്, ഫിലമെൻറ്റസ് ആണ്. റിജിഡ് ഓർഗനിസംസ് ലൈക്ക് ട്രൂ ബാക്ടീരിയ ആണ്. അവർ ഫംഗസ് പോലെ ഏകദേശം ആക്ട് ചെയ്യുന്ന റിസംബ്ലൻസ് ഉള്ള ആൾക്കാരാണ്. ആക്ടിനോമൈസിറ്റ് ആണോ, സ്പൈറോക്കീറ്റ്സ് ആണോ, വിബ്രിയോ ആണോ, കോക്കയാണോ? ഷേപ്പ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ആക്ടിനോമൈസിറ്റ്. 43. അറ്റ് വാട്ട് ടെമ്പറേച്ചർ അനീലിംഗ് ഓഫ് DNA ആൻഡ് പ്രൈമർ ടേക്ക് പ്ലേസ്? PCR ക്വസ്റ്റ്യൻ ആണ്. അനീലിംഗ് നടക്കുന്ന ടെമ്പറേച്ചർ 54 ഡിഗ്രി സെൽഷ്യസ്, 96 ഡിഗ്രി സെൽഷ്യസ്, 42 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 74 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, 54 ഡിഗ്രി സെൽഷ്യസ്. 44ാമത്തെ ചോദ്യം. ഫൈലേറിയാസിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദി റാറ്റ്, മസ്കിറ്റോ, ഹ്യൂമൻ, കാറ്റ്. ഫൈലേറിയാസിസ് എന്തിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? റാറ്റിലൂടെയാണോ, മൊസ്കിറ്റോയിലൂടെയാണോ, ഹ്യൂമനിലൂടെയാണോ, കാറ്റിലൂടെയാണോ? ആൻസർ ഈസ് ഓപ്ഷൻ ബി, മൊസ്കിറ്റോ.
45th question. The QBC technique is a rapid and sensitive test for. QBC ടെക്നിക്ക് എന്ന് പറയുന്നത് റാപ്പിഡും ആണ് അതുപോലെ സെൻസിറ്റീവ് ടെസ്റ്റുമാണ് എന്തിൻ്റെ? ഓപ്ഷൻ എ മലേറിയ, ഓപ്ഷൻ ബി ഫൈലേറിയാസിസ്, ഓപ്ഷൻ സി സിഫിലിസ്, ഓപ്ഷൻ ഡി ജോണ്ടിസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ മലേറിയ. 46ാമത്തെ ചോദ്യം. ഡീകാൽസിഫിക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ സ്പെസിമെൻസ് സച്ചസ്. ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്റോ ടെക്നോളജിയിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ്. ഡീകാൽസിഫിക്കേഷൻ എന്ത് തരത്തിലുള്ള സ്പെസിമെൻസിനാണ് ആവശ്യമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ബോൺ, ബി നെയിൽ, സി ബോത്ത്, ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഈസ് സി ബോത്ത്. ബോൺ ആൻഡ് നെയിൽ. ബോൺസിലും നെയിൽസിലൊക്കെയാണ് ഡീകാൽസിഫിക്കേഷൻ സ്റ്റെപ്പ് റിക്വയർഡ് ആയിട്ടുള്ളത്. 47ാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ ടിഷ്യൂ ടു ബി പ്രോസസ്ഡ് ഈസ് കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ്. ടിഷ്യൂവിലെ വാട്ടർ കണ്ടൻറ്റ് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇംപ്രഗ്നേഷൻ, ഫിക്സേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ എ ഡീഹൈഡ്രേഷൻ. അടുത്ത ചോദ്യം. ഇൻ ഇംപ്രഗ്നേഷൻ ദ ടിഷ്യൂ ഈസ് കെപ്റ്റ് ഇൻ എ വാക്സ് ബാത്ത് കണ്ടെയ്നിങ് മോൾട്ടൺ പാരഫിൻ വാക്സ് ഫോർ. അതായത് ഇംപ്രഗ്നേഷൻ സ്റ്റെപ്പിൽ ടിഷ്യൂവിനെ വാക്സ് ബാത്തിലോട്ട് കീപ്പ് ചെയ്യും, എക്സ്പോസ് ചെയ്യും. അപ്പോൾ ആ ഒരു മോൾട്ടൺ പാരഫിൻ വാക്സുമായിട്ട് ഈ ടിഷ്യൂവിനെ എങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത്? എത്ര സമയം വരെയാണ്? 6 to 8 hours, 4 to 5 hours, 1 to 2 minutes, 12 hours. Answer is option A, 6 to 8 hours. 49ാമത്തെ ചോദ്യം. ടൈപ്സ് ഓഫ് വാക്സ് എംപ്ലോയ്ഡ് ഫോർ ഇംപ്രഗ്നേഷൻ. ഇംപ്രഗ്നേഷന് ഉപയോഗിക്കുന്ന വാക്സ് ടൈപ്പ് ഏതാണ്? പാരഫിൻ വാക്സ്, വാട്ടർ സോല്യൂബിൾ വാക്സ്, അതർ മെറ്റീരിയൽ ലൈക്ക് കൊളോയിഡിൻ, ജെലാറ്റിൻ, പാരാപ്ലാസ്റ്റ്, എക്സെട്ര. ഓപ്ഷൻ 4 all of these. ആൻസർ ഈസ് എന്താണ്? ഓൾ ഓഫ് ദീസ്. ഈ പറയുന്ന എല്ലാ വാക്സും ഇംപ്രഗ്നേഷനിൽ ഉപയോഗിക്കുന്ന ടൈപ്സ് ഓഫ് വാക്സുകളാണ്. 50ാമത്തെ ചോദ്യം. എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി പ്ലേസ് എ പ്രോമിനൻറ്റ് റോൾ ഇൻ ദി മാസ് സ്ക്രീനിങ് ആൻഡ് ദി ഏർലി ഡിറ്റക്ഷൻ ഓഫ്. എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സൈറ്റോളജി, ക്ലിനിക്കൽ സൈറ്റോളജി. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് എന്തിൻ്റെ സ്ക്രീനിങ്ങിനും ഏർലി ഡിറ്റക്ഷനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിലാണ്, ആ ഒരു കാര്യത്തിലാണ്, ഏതിൻ്റെ ഡിറ്റക്ഷനിലാണ് മെയിൻ റോള് വഹിക്കുന്നത്? ഓപ്ഷൻ എ എയ്ഡ്സ്, ഓപ്ഷൻ ബി മലേറിയ, ഓപ്ഷൻ സി ക്യാൻസർ, ഓപ്ഷൻ ഡി ഡയബറ്റീസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി ക്യാൻസർ. അപ്പോൾ 50 മാർക്ക് MLTയുടെ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി സയൻസ് പാർട്ടാണ് നോക്കുന്നത്. ദ SI യൂണിറ്റ് ഓഫ് തെർമോഡൈനമിക് ടെമ്പറേച്ചർ ഈസ്. തെർമോഡൈനമിക് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ആംപിയർ, മോൾ. ആൻസർ ഈസ് ബി കെൽവിൻ. പാരലാക്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ, മാസ്, ഡിസ്റ്റൻസ്, ആംഗുലാർ വെലോസിറ്റി. പാരലാക്സ് മെത്തേഡ് എന്തിൻ്റെ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്? ടെമ്പറേച്ചർ ആണോ, മാസ് ആണോ, ഡിസ്റ്റൻസ് ആണോ, ആംഗുലാർ വെലോസിറ്റി ആണോ? ആൻസർ ഈസ് ഓപ്ഷൻ സി ഡിസ്റ്റൻസ്. 53ാമത്തെ ചോദ്യം. എ പാർട്ടിക്കിൾ മേ ബി മൊമെൻ്ററിലി അറ്റ് റെസ്റ്റ് ആൻഡ് യെറ്റ് ഹാവ് നോൺ സീറോ ആക്സലറേഷൻ. ഒരു പാർട്ടിക്കിൾ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ റെസ്റ്റിലായിരിക്കും, പക്ഷേ അയാളുടെ ആക്സിലറേഷൻ നോൺ സീറോ ആയിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? ആൻസർ ഈസ് ഓപ്ഷൻ എ ട്രൂ. ഡയമെൻഷൻസ് ഓഫ് ഫോഴ്സ്. 54ാമത്തെ ചോദ്യം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്നോ അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല എന്നൊക്കെ ചോദിക്കാം. ഏതാണ്? ഓപ്ഷൻ എ ml²t, ഓപ്ഷൻ ബി mlt, ഓപ്ഷൻ സി m²l²t ആൻഡ് ഓപ്ഷൻ ഡി ml⁻². ആൻസർ ഓപ്ഷൻ ഡി ml⁻². 55ാമത്തെ ചോദ്യം. ഹൈഡ്രോളിക് ബ്രേക്സ് വർക്ക് അണ്ടർ. ഹൈഡ്രോളിക് ബ്രേക്സ് വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോ അത് ഏതാണ്? ഓപ്ഷൻ എ ഹൂക്സ് ലോ,
Option B, Pascal's law. Option C, viscosity. And option D, Bernoulli's principle. Answer option B, Pascal's law. In capillary rise, the surface of water is. Capillary rise'il വാട്ടറിൻ്റെ സർഫസ് എങ്ങനെയായിരിക്കും? കോൺവെക്സ്, കോൺകേവ്, സ്ട്രെയിറ്റ് ലൈൻ, അതോ ഇനി ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണോ? ആൻസർ ഈസ് ഓപ്ഷൻ ബി, കോൺകേവ്. 57ാമത്തെ ചോദ്യം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ടെൽസ് അബൌട്ട്. തെർമോഡൈനമിക്സിൻ്റെ ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത്? കൺസർവേഷൻ ഓഫ് എനർജി, ആക്സിലറേഷൻ, ഇനേർഷ്യ, ഓൾ ഓഫ് ദീസ്. Answer is option A, conservation of energy. Choose the correct statements related to Charles Augustin de Coulomb. ഈ ഒരു കൂളംബ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിന് ആയിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ, ഫ്രഞ്ച് ഫിസിസ്റ്റ്. ഓപ്ഷൻ ബി, ഇൻവെൻറ്റഡ് കൂളംബ്സ് ലോ. Option C, found the inverse square law of force between unlike and like magnetic poles. And option D, all are correct. Answer option D, all are correct. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കൂളംബ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. 59ാമത്തെ ചോദ്യം. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ഫോർ പാരലൽ കോമ്പിനേഷൻ ഓഫ് n കപ്പാസിറ്റേഴ്സ് ഈസ്. n കപ്പാസിറ്റേഴ്സ് എടുക്കുകയാണ്. ആ ഒരു കോമ്പിനേഷൻ, അവരുടെ കോമ്പിനേഷൻ വന്നിട്ട് പാരലൽ കോമ്പിനേഷനാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കപ്പാസിറ്റൻസ്, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും? ഓപ്ഷൻ എ, C = C1 + C2 + C3 + etc. + Cn. ഓപ്ഷൻ ബി, 1/C = 1/C1 + 1/C2 + 1/C3 + etc. + 1/Cn. PSC ചോദ്യം ചോദിക്കുമ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിരിക്കും. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 2 കൊടുത്തിട്ടുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. സി എന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ C = C1 + C2 + C3 + etc. + Cn. അടുത്ത ചോദ്യം, 60ാമത്തെ ചോദ്യം. ദ ടെലിവിഷൻ യൂസസ് ഡാഷ് ടു ജനറേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്സ് നീഡഡ്. ടെലിവിഷൻ താഴെ പറയുന്നതിൽ ഏതാണ് ഉപയോഗിക്കുന്നത് എന്തിന്? മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനായിട്ട്. എ, സോളിനോയിഡ്. ബി, ടോറോയിഡ്. സി, സൈക്ലോട്രോൺ. ആൻഡ് ഡി, ബോത്ത് എ ആൻഡ് സി. ആൻസർ ഈസ് എ, സോളിനോയിഡ്. 61ാമത്തെ ചോദ്യം. വിച്ച് അമംഗ് ദം ഈസ് നോട്ട് മാക്സ്വെൽസ് ഇക്വേഷൻ. മാക്സ്വെൽ ഇക്വേഷൻ അല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ആംപിയർ മാക്സ്വെൽ ലോ, ഫാരഡേസ് ലോ, ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം, ഗോസസ് ലോ ഫോർ ഇലക്ട്രിസിറ്റി, ഇവയെല്ലാം. ഓപ്ഷൻ എന്താണ്? ആൻസർ എന്താണ്? ഓൾ. ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഇ, എല്ലാം ശരിയാണ്. മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻസ് തന്നെയാണ് ഈ പറഞ്ഞ 4 62ാമത്തെ ചോദ്യം. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഈസ് 3 × 10⁸ m/s. 63. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കസ് എഫ് ആൻഡ് ദ പോൾ പി ഓഫ് ദ മിറർ ഈസ് കോൾഡ്. ഫോക്കസ് എഫും പോൾ പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിററിൻ്റെ കാര്യത്തിൽ എന്താണ്? ഫോക്കൽ പ്ലെയിൻ, ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ, നൺ ഓഫ് ദീസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫോക്കൽ ലെങ്ത്. 64ാമത്തെ ചോദ്യം. ഡിഫ്രാക്ഷൻ ഈസ് ഷോൺ ബൈ. ഡിഫ്രാക്ഷൻ കാണിക്കുന്നത് ആരാണ്? സൗണ്ട് വേവ്സ് ആണോ, ലൈറ്റ് വേവ്സ് ആണോ, വാട്ടർ വേവ്സ് ആണോ, മാറ്റർ വേവ്സ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ഓപ്ഷൻ ഇ, ഡിഫ്രാക്ഷൻ ഈ പറയുന്ന എല്ലാ വേവ്സും കാണിക്കും. സൗണ്ട് വേവ്സും ലൈറ്റ് വേവ്സും വാട്ടർ വേവ്സും മാറ്റർ വേവ്സും ഒക്കെ കാണിക്കുന്നത് ഒരു ഫിനോമിനനാണ് ഡിഫ്രാക്ഷൻ. 65ാമത്തെ ചോദ്യം. ഡാഷ് ഹാവ് ഹൈ റെസിസ്റ്റിവിറ്റി. ഏതിനാണ് താഴെ തന്നിട്ടുള്ളവയിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഉള്ളത്? മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇൻസുലേറ്റേഴ്സിനാണ് ഹൈ റെസിസ്റ്റിവിറ്റി വരുന്നത്.
66-ാമത്തെ ചോദ്യം. എ ഫോർമുല റെപ്രസെൻറ്റ്സ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ്. ഒരു കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ആറ്റമുകളുടെ റേഷ്യോന് സിമ്പിൾ ഹോൾ നമ്പറിൽ എഴുതി കാണിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ. ആ ഒരു ഫോർമുലേനെ പറയുന്ന പേരെന്താണ്? മോളിക്കുലാർ ഫോർമുല, എംപിരിക്കൽ ഫോർമുല, സയൻറ്റിഫിക് ഫോർമുല, കോമൺ നെയിം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, എംപിരിക്കൽ ഫോർമുല. 67-ാമത്തെ ചോദ്യം. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പെർട്ടിക്കുലർ കോമ്പോണൻറ്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ ഈസ്. റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റ്. ഒരു പെർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആ സൊല്യൂഷനിലെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ എത്രയാണ് എന്നുള്ളതിൻ്റെ റേഷ്യോനെ കുറിക്കുന്ന ടേം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, മോൾ ഫ്രാക്ഷൻ. 68-ാമത്തെ ചോദ്യം. പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രിഷ്യം ആർ. പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രിഷ്യം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ, ഐസോബാർസ് ഓഫ് ഹൈഡ്രജൻ, ഐസോടോപ്സ് ഓഫ് ഹീലിയം, ഐസോബാർസ് ഓഫ് ഹീലിയം. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രിഷ്യം. 69-ാമത്തെ ചോദ്യം. ദ ഹൊറിസോണ്ടൽ റോസ് വിച്ച് മെൻഡലീവ് കോൾഡ് സീരീസ് ആർ. മെൻഡലീവ് സീരീസ് എന്ന് വിളിച്ചിരുന്ന ഹൊറിസോണ്ടൽ റോയിനെ പറയുന്ന പേരാണ്. ഓപ്ഷൻ എ ഗ്രൂപ്പ്സ്, ബി പീരിയഡ്സ്, സി സീരീസ്, ഡി കോളം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, പീരിയഡ്സ്. ഇൻ ഹേബേഴ്സ് പ്രോസസ് മോളിബ്ഡിനം ആക്ട്സ് ആസ് എ. ഹേബേഴ്സ് പ്രോസസ്സിൽ മോളിബ്ഡിനം എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? പ്രൊമോട്ടർ, പോയ്സൺ, നോ ചേഞ്ച്, നൺ ഓഫ് ദ എബവ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്രൊമോട്ടർ. ഹേബേഴ്സ് പ്രോസസ്സിൽ മോളിബ്ഡിനം പ്രൊമോട്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്, ക്ലാർക്സ് മെത്തേഡ്, കാൽഗൺസ് മെത്തേഡ്, ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡുകളാണ് ബോയിലിങ്ങും അല്ലെങ്കിൽ ബൈ ക്ലാർക്സ് മെത്തേഡും. കാൽഗൺസ് മെത്തേഡൊക്കെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ്. ഓപ്ഷൻ അടുത്ത 72nd ക്വസ്റ്റ്യൻ. ഹെവി വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ ഡാഷ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഹെവി വാട്ടർ ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ്? ഓപ്ഷൻ എ ഫ്യുവൽ, ബി മോഡറേറ്റർ, സി റിയാക്റ്റൻറ്റ്, ഡി ഓൾ. ഈ പറയുന്ന എല്ലാ പർപ്പസിലും ഉപയോഗിക്കുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ ബി, മോഡറേറ്റർ. മോഡറേറ്റർ ആയിട്ടാണ് ഹെവി വാട്ടറിനെ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത്. 73-ാമത്തെ ചോദ്യം. ദ റോ മെറ്റീരിയൽ ഫോർ ദി മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു എന്താണ്? ലൈംസ്റ്റോൺ, ക്ലേ, ബോത്ത് എ ആൻഡ് ബി, പിന്നെ എന്താണ്? ഓൺലി എ മാത്രമാണോ? ആൻസർ സി, ലൈംസ്റ്റോണും ക്ലേയും ഉപയോഗിക്കുന്നുണ്ട്. ബോത്താണ് ഓപ്ഷൻ കറക്റ്റ് ഉത്തരം. 74-ാമത്തെ ചോദ്യം. ബ്രാസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും കോമ്പിനേഷനാണ്. ബ്രോൺസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോപ്പർ ആൻഡ് ടിൻ. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും കോമ്പിനേഷനാണ്. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ? ആൻസർ ഈസ് ഓപ്ഷൻ എ, ട്രൂ. അടുത്തത് വെനേഡിയം പെൻഡോക്സൈഡ് V2O5 catalyzes the oxidation of sulfur dioxide SO2 in the manufacture of. എന്തിൻ്റെ മാനുഫാക്ചർ ടൈമിലാണ് V2O5 SO2വിൻ്റെ ഓക്സിഡേഷനെ കാറ്റലൈസ് ചെയ്യുന്നത്? ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഓപ്ഷൻസ് ആർ സൾഫ്യൂരിക് ആസിഡ്, ബി അമോണിയ, സി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഡി ഓൾ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ എ, സൾഫ്യൂരിക് ആസിഡ്. 76-ാമത്തെ ചോദ്യം. അസറ്റാൽഡിഹൈഡ് ഈസ് ആൻ. അസറ്റാൽഡിഹൈഡ് താഴെ പറയുന്നതിൽ ഏത് കോമ്പൗണ്ടാണ്? അലിഫാറ്റിക് കോമ്പൗണ്ട്, ആരോമാറ്റിക് കോമ്പൗണ്ട്, അലിസൈക്ലിക് കോമ്പൗണ്ട്, ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്.
ആൻസർ ഈസ് ഓപ്ഷൻ എ, ആലിഫാറ്റിക് കോമ്പൗണ്ട്. 77ാമത്തെ ചോദ്യം, IUPAC ഗ്രൂപ്പ് സഫിക്സ് ഫോർ കീറ്റോൺസ്. IUPAC ഗ്രൂപ്പ് സഫിക്സ് ഫോർ കീറ്റോൺസ്. കീറ്റോണിൻ്റെ സഫിക്സ് IUPAC സിസ്റ്റം അനുസരിച്ച് ANE, ENE, AL, ONE. ആൻസർ ഈസ് ONE. കീറ്റോണിൻ്റെ സഫിക്സ് ആയിട്ട് പറയുന്നത് ONE ആണ് IUPAC സിസ്റ്റത്തിൽ. 78ാമത്തെ ചോദ്യം, ലസൈൻസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഡാഷ് ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ലസൈൻസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ എന്തിനെ കണ്ടുപിടിക്കാനാണ്? ഓപ്ഷൻസ് ആർ N നൈട്രജൻ, S സൾഫർ, P ഫോസ്ഫറസ്, D ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. നൈട്രജനെയും സൾഫറിനെയും ഫോസ്ഫറസിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലസൈൻസ് ടെസ്റ്റ് ഉപയോഗിക്കാം. 79ാമത്തെ ചോദ്യം, മീഥെയിൻ റിയാക്ട് വിത്ത് സ്റ്റീം അറ്റ് ഡാഷ് ടെമ്പറേച്ചർ ഇൻ ദി പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് ടു ഫോം കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡൈഹൈഡ്രജൻ. മീഥെയിൻ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അത് ഏത് ടെമ്പറേച്ചറിലാണ് റിയാക്ട് ചെയ്യുന്നത്? അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻ ദി പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലായിരിക്കും ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും ഡൈഹൈഡ്രജനുമാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. 273 കെൽവിൻ, 1000 കെൽവിൻ, 1273 കെൽവിൻ ആൻഡ് 2000 കെൽവിൻ. ആൻസർ ഈസ് ഓപ്ഷൻ സി, 1273 കെൽവിൻ. 1273 കെൽവിനിലാണ്, കെൽവിൻ ടെമ്പറേച്ചറിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. 80ാമത്തെ ചോദ്യം, മോണോമർ ഓഫ് ബേക്കലൈറ്റ് ഈസ്. ബേക്കലൈറ്റിൻ്റെ മോണോമർ ഏതാണ്? ഫിനോൾ, ബേക്കലൈറ്റ്, പ്രൊപ്പീൻ, ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി, ഫിനോളും ബേക്കലൈറ്റും. 81ാമത്തെ ചോദ്യം, മൈറ്റോകോൺട്രിയ ഈസ് മേഡപ്പ് ഓഫ്. ഡബിൾ മെംബ്രെയിൻ, സിംഗിൾ മെംബ്രെയിൻ. മൈറ്റോകോൺട്രിയ ഉണ്ടാക്കിയിരിക്കുന്നത് ഡബിൾ മെംബ്രെയിൻ ആണോ സിംഗിൾ മെംബ്രെയിൻ കൊണ്ടാണോ എന്നുള്ളത്. ആൻസർ ഓപ്ഷൻ എ, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഒരു ഡബിൾ മെംബ്രെയിനസ് ഓർഗനലാണ്. 82ാമത്തെ ചോദ്യം, ഇനീഷ്യേഷൻ ഓഫ് ദി അസംബ്ലി ഓഫ് മൈറ്റോട്ടിക് സ്പിൻഡിൽ സീൻ ഇൻ. മൈറ്റോട്ടിക് സ്പിൻഡിലിൻ്റെ അസംബ്ലി, അതിൻ്റെ ഒരു ഇനീഷ്യേഷൻ, സ്റ്റാർട്ടിങ് നടക്കുന്നത് എപ്പോഴാണ്? ഏത് ഫേസിലാണ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്രോഫേസ്. 83ാമത്തെ ചോദ്യം, ഈസ്ട്രസ് സൈക്കിൾ ഈസ് ഫൗണ്ട് ഇൻ. ഈസ്ട്രസ് സൈക്കിൾ താഴെ പറയുന്നതിൽ ഏതിലാണ് സംഭവിക്കുന്നത്? കൗസ്, ഷീപ്പ്, റാറ്റ്സ്, ഓൾ ഓഫ് ദീസ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. 84ാമത്തെ ചോദ്യം, ദ ബോഡി ഓഫ് ദി ഓവ്യൂൾ ഫ്യൂസസ് വിത്ത് ഫ്യൂണിക്കിൾ ഇൻ ദ റീജിയൺ ഓഫ്. ഓവ്യൂളിൻ്റെ ബോഡി ഫ്യൂണിക്കിളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നില്ലേ, ആ ഒരു പോയിൻ്റ്, അതായത് ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് ഏത് റീജിയണാണ്? പോയിൻറ്റിനെ പറയുന്നത്, ആ ഒരു റീജിയണിനെ പറയുന്ന പേര്. ഇൻറ്റഗുമെൻ്റ് ആണോ, ഹൈലമാണോ, ന്യൂസലസ് ആണോ, ചലാസയാണോ? ആൻസർ ബി, ഹൈലം. അടുത്ത ചോദ്യം, MOET ഇൻഡിക്കേറ്റ്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. MOET ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. MOETയിൽ നിന്ന് പലതരത്തിലുള്ള MCQs കിട്ടാം. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന ഫുൾ ഫോം ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ MOETയുടെ ഫുൾ ഫോം മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈസ്. ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണ്? ഇക്കോ R1, ഹിൻഡ് 2, ഹിൻഡ് 3, നൺ ഓഫ് ദീസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹിൻഡ് 2. വിച്ച് ഈസ് റോങ്ലി മാച്ച്ഡ് പെയർ? ബാക്ടീരിയ ലൈസോസൈം, പ്ലാന്റ് സെൽ സെല്ലുലേസ്, ഫംഗസ് കൈറ്റിനേസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. എന്ത് വെച്ചിട്ട് അവരെ ഡിഗ്രേഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആൻസർ ഡി, നൺ ഓഫ് ദീസ്. ഇതിൽ തെറ്റായിട്ടുള്ള ഒന്നുമില്ല, കറക്റ്റായിട്ടുള്ള മാച്ചിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 88ാമത്തെ ചോദ്യം, GEAC. GEAC എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. വിച്ച് മേക്ക് ഡിസിഷൻ. GEAC മേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദി. അവരെന്തിൻ്റെയൊക്കെ
പറ്റിയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഓപ്ഷൻ എ വാലിഡിറ്റി ഓഫ് GM റിസർച്ച്, GM എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് റിസർച്ച്, സേഫ്റ്റി ഓഫ് GM ഓർഗാനിസംസ് ഫോർ പബ്ലിക് സർവീസസ്, വാക്സിൻ സേഫ്റ്റി, ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. വാലിഡിറ്റി ഓഫ് GM റിസർച്ചും അതുപോലെ അതിൻ്റെ സേഫ്റ്റി ഓഫ് GM ഓർഗാനിസംസ് ഫോർ പബ്ലിക് സർവീസസും ഇതെല്ലാം എന്തിൻ്റെ ചുമതലയാണ്? അതായത് അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഡിസിഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് GAC ചെയ്യുന്നത്. 89 വിച്ച് എമംഗ് ദം കോൺട്രിബ്യൂട്ട് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെ ഘടകങ്ങളാണ്? ഓപ്ഷൻ എ ഇമിഗ്രേഷൻ, മോർട്ടാലിറ്റി. ഓപ്ഷൻ ബി നേറ്റാലിറ്റി, എമിഗ്രേഷൻ. ഓപ്ഷൻ സി നേറ്റാലിറ്റി, ഇമിഗ്രേഷൻ. ഓപ്ഷൻ ഡി എമിഗ്രേഷൻ. ആൻസർ സി. ഓപ്ഷൻ സി നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. നേറ്റാലിറ്റിയിലും ഇമിഗ്രേഷനിലുമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ആവുന്നത്. 90ാമത്തെ ചോദ്യം ദ സ്പീഷീസ് ദാറ്റ് ഇൻവേഡ് എ ബയർ ഏരിയ ആർ കോൾഡ്. ബെയർ ആയിട്ടുള്ള ഒരു ലാൻഡിൽ, ഒരു ഏരിയയിൽ വരുന്ന സ്പീഷീസിനെ പറയുന്ന പേരാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, പൈനിയർ സ്പീഷീസ്, ഹൈഡ്രാർക്ക്, സീറാർക്ക്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി പൈനിയർ സ്പീഷീസ് എന്നാണ് പറയുന്നത്. 91ാമത്തെ ചോദ്യം മാൾട്ടേസ് കൺവേർട്സ് ഡാഷ് ടു 2 molecules ഓഫ് ഗ്ലൂക്കോസ്. മാൾട്ടേസ് ഏത് ഷുഗറിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് 2 molecule ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻസ് ആർ ലാക്ടോസ്, സൂക്രോസ്, മാൾട്ടോസ്, ലിപ്പിഡ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. മാൾട്ടോസിനെ കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് മാൾട്ടേസ്. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 molecule ഗ്ലൂക്കോസ് കിട്ടും. 92ാമത്തെ ചോദ്യം എക്സ്പിറേറ്ററി റിസർവ് വോള്യം ERV എന്നായിരിക്കും ചിലപ്പോൾ തരിക. ERV എക്സ്പിറേറ്ററി റിസർവ് വോള്യം ആവറേജസ് എത്രയാണ് അതിൻ്റെ എമൗണ്ട് എന്നുള്ളത്? 1000 to 1100 ml, 1000 ml, 6000 to 8000 ml, 2500 to 3000 ml. എക്സ്പിറേറ്ററി റിസർവ് വോള്യം പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ എ 1000 മുതൽ 1100 ml വരെയാണ്. 93ാമത്തെ ചോദ്യം ദ റീനൽ ട്യൂബ്യൂൾ ബിഗിൻസ് വിത്ത്. റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബൊമാൻസ് ക്യാപ്സ്യൂൾ, ഹെൻലീസ് ലൂപ്പ്, നെഫ്രോൺ, PCT. ഓപ്ഷൻ എ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നാണ് റീനൽ ട്യൂബ്യൂൾ ബിഗിൻ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. 94th ക്വസ്റ്റ്യൻ സ്റ്റോൺ ഓർ ഇൻസോല്യുബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട്സ് ഫോംഡ് വിത്തിൻ കിഡ്നി. ദ കണ്ടീഷൻ ഈസ് കിഡ്നിക്കുള്ളിൽ ഇൻസോല്യുബിൾ മാസ് ഓഫ് സ്റ്റോൺസ് ഇങ്ങനെ ക്രിസ്റ്റലൈസ്ഡ് സോൾട്ടായിട്ട് കാണുന്ന ഏതിലാണ്? എന്താണ് ആ ഒരു കണ്ടീഷനെ പറയുന്ന പേര്? യുറീമിയ ആണോ, റീനൽ കാൽക്കുലൈ ആണോ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ആൻസർ ഈസ് ഓപ്ഷൻ ബി റീനൽ കാൽക്കുലൈ. റീനൽ കാൽക്കുലയിലാണ് ഈ പറയുന്ന സ്റ്റോൺസ് വരുന്നത്. 95ാമത്തെ ചോദ്യം പാർട്സ് ഓഫ് ഫോർ ബ്രെയിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്, ഓൾ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അതായത് ഫോർ ബ്രെയിൻ്റെ പാർട്സ് തന്നെയാണ് സെറിബ്രവും തലാമസും ഹൈപ്പോതലാമസും. 96ാമത്തെ ചോദ്യം വിച്ച് ഈസ് നോട്ട് എ ക്രോമസോമൽ ഡിസോർഡർ. താഴെ തന്നിട്ടുള്ളതിൽ ക്രോമസോമൽ ഡിസോർഡർ അല്ലാത്തത് ഏതാണ്? ഡൗൺ സിൻഡ്രോം, ഫിനൈൽ കീറ്റോന്യൂറിയ, ടർണർ സിൻഡ്രോം, ക്ലൈൻഫിൽറ്റേഴ്സ് സിൻഡ്രോം. ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫിനൈൽ കീറ്റോന്യൂറിയ. ബാക്കിയെല്ലാം ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. 97ാമത്തെ ചോദ്യം എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ, ഓൾ ഓഫ് ദീസ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഉണ്ടാവുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ആൻസർ ഡി ഓൾ ഓഫ് ദീസ്. ഒരു പ്രൊമോട്ടർ ഉണ്ടാവും, സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവും, ടെർമിനേറ്റർ ഉണ്ടാവും. അടുത്തത് 98ാമത്തെ ചോദ്യം സിഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ വേറെ ടേംസ് വെച്ചിട്ട് തരാം. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് പിക്ക് ചെയ്തെടുക്കുക. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. 99ാമത്തെ ചോദ്യം ചൂസ് ദി കറക്റ്റ് പെയർ. കറക്റ്റ് പെയർ ഇതിലേതാണ്? ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ആഡംഷിയ സീഫാൻ,
ഇനി ഇത് രണ്ടും ശരിയാണ് അല്ലെങ്കിൽ എ മാത്രമാണ് ശരി. ബോത്ത് എ ആൻഡ് ബിയും എ ഓൺലി. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. സോറി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. എ ഓൺലി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം ഫൈസേലിയ അറിയപ്പെടുന്നത് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് തന്നെയാണ്. പക്ഷേ ആഡംഷ്യ അറിയപ്പെടുന്നത് സി അനിമോൺ എന്നാണ്. പിന്നെ സി ഫാൻ ഏതെന്ന് ചോദിച്ചാൽ ഗോർഗോണിയാണ് സി ഫാൻ എന്നുള്ളത്. സോ ആൻസർ വരുന്നത് ഡി ആയിട്ടുള്ള, അതായത് എ ഓൺലി, ഓപ്ഷൻ എ ഓൺലി ആണ് കറക്റ്റ് പെയറായിട്ടിവിടെ ഉള്ളത്. അടുത്ത ചോദ്യം, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഈസ് ഇൻ ഫൈലം. ഏത് ഫൈലത്തിലാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം പ്രസൻ്റ് ആയിട്ടുള്ളത്? കോർഡേറ്റ, ഓപ്ഷൻ എ കോർഡേറ്റ, ബി ഹെമി കോർഡേറ്റ, സി എക്കൈനോഡെർമേറ്റ ആൻഡ് ഓപ്ഷൻ ഡി മൊളസ്ക. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, എക്കൈനോഡെർമേറ്റ. ഫൈലം എക്കൈനോഡെർമേറ്റയിലാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 100 ചോദ്യങ്ങളും ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. എല്ലാം അതും കൂടി ഒന്ന് നോക്കുക. പിന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസൊക്കെ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കാം. പിന്നെ ഇതിപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റാണ്. സാധാരണ PSCയുടെ 100 ചോദ്യങ്ങളെന്ന് പറയുന്നത് MCQ ആണ്. ഒരു ചോദ്യവും 4 ഓപ്ഷൻസും ആയിട്ടായിരിക്കും തരുന്നത്. അതിലൊന്ന് ഒരെണ്ണം പിക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ PSC സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ജനറൽ എക്സാംസിനൊക്കെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരും. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് എക്സാംസിനൊക്കെ, ഇങ്ങനത്തെ ടെക്നിക്കൽ എക്സാംസിനൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഒത്തിരി സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വരത്തില്ല. 1-2 ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നുള്ളൂ. ഇനി ബാക്കിയൊക്കെ നമ്മുടെ ഈ എക്സാം എഴുതി കഴിയുമ്പോൾ പറയാം പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് MCQ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. സോ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. The first step towards achieving your dreams is having the right coach. Get the best education with ChemistryTips Education and make your chemistry-based exam dreams come true. Download the app now.